അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇഡിക്ക് മൊഴി നൽകിയ മദ്യനയ കേസിലെ മാപ്പുസാക്ഷി രാഘവ് മുകുന്ദ റെഡ്ഡിയുടെ പിതാവ് ശ്രീനിവാസുലു റെഡ്ഡി NDA സ്ഥാനാർത്ഥി. ആന്ധ്രാപ്രദേശിൽ BJPയുടെ സഖ്യകക്ഷിയായ TDP ടിക്കറ്റിലാണ് മുൻ YSR കോൺഗ്രസ് MP ആയിരുന്ന ശ്രീനിവാസുലു മത്സരിക്കുക. കേസിലെ മാപ്പുസാക്ഷിയായ ശരത് ചന്ദ്ര റെഡ്ഡിയിൽ നിന്ന് BJP ഇലക്ട്രൽ ബോണ്ട് വഴി 34 കോടി രൂപ സമാഹരിച്ചുവെന്ന തെളിവുകൾ പുറത്തു വരുമ്പോഴാണ് മറ്റൊരു മാപ്പുസാക്ഷിയുടെ പിതാവിനെ സ്ഥാനാർത്ഥിയാക്കി BJPയുടെ പ്രത്യുപകാരം. അരവിന്ദ് കെജ്രിവാളിനെതിരെ ED നിരത്തുന്ന പ്രധാനപ്പെട്ട തെളിവ് സാക്ഷിമൊഴികളാണ്. സൗത്ത് ലോബി എന്ന് ED വിശേഷിപ്പിക്കുന്ന ഗ്രൂപ്പിലെ ശരത്ചന്ദ്ര റെഡ്ഡിയെ 34 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയാണ് പ്രതിപട്ടികയിൽ നിന്നും BJP മാപ്പുസാക്ഷിയാക്കി മാറ്റിയത്. സമാനമായ മറ്റൊരു പ്രത്യുപകാരമാണ് ആന്ധ്ര ഓങ്കോളയിലെ NDA സ്ഥാനാർത്ഥിത്വം. 2023 ഫെബ്രുവരിയിൽ മദ്യനയ കേസിൽ അറസ്റ്റിലായ മകുന്ദ രാഘവ റെഡ്ഡിയുടെ പിതാവും മുൻ YSR MPയുമായ ശ്രീനിവാസുലു റെഡ്ഡിയാണ് സ്വന്തം മണ്ഡലത്തിൽ NDA ടിക്കറ്റിൽ മത്സരിക്കുന്നത്. ഫെബ്രുവരി 28-നാണ് YSR കോൺഗ്രസ് വിട്ട് ശ്രീനിവാസുലു റെഡ്ഡി TDPയിൽ ചേർന്നത്. തന്റെ മണ്ഡലമായ ഒങ്കോളയിൽ മകൻ രാഘവ റെഡ്ഡി മത്സരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ കേസിൽ മാപ്പുസാക്ഷിയായ ആളെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ BJP എതിർത്തു. പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കുമെന്ന ഭയത്താൽ പിതാവ് ശ്രീനിവാസുലു റെഡ്ഡി തന്നെ വീണ്ടും മത്സരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ കെജ്രിവാളിനെതിരെ മൊഴി നൽകിയ മാപ്പുസാക്ഷിയുടെ പിതാവ് ശ്രീനിവാസുലു BJPയുടെ പ്രത്യുപകാരമായി NDA സ്ഥാനാർത്ഥിയായി. മകൻ കേസിൽ കുരുങ്ങിയതോടെയാണ് YSR ടിക്കറ്റിൽ ഓങ്കോളയിൽ നിന്നും 4 തവണ പ്രതിനിധീകരിച്ച ശ്രീനിവാസുലു മറുകണ്ഠം ചാടി NDA പാളയത്തിലെത്തിയത്. 7 പതിറ്റാണ്ടായി മദ്യവ്യവസായം നടത്തിവരുന്ന മകുന്ദ കുടുംബമാണ് ഇതോടെ YSR ബന്ധം ഉപേക്ഷിക്കുന്നതും BJPയോട് അടുത്തതും. കൈരളി ന്യൂസ്, ദില്ലി.